ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2 പോണത് എന്തിനാ? അത് അവര് കൂട്ടിക്കോ, നമ്മൾ സാപ്പിൾ മാത്രം കൊടുത്താൽ മതി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു ബാംഗ്ലൂർ വഴി മൈസൂരിലേക്ക് നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഫാമിലി എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അന്നത്തെ വ്ളോഗാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. മീനു ഇവിടെ എന്താ കേട്ടത്? എന്തൊരു കേട്ടത്? ഷൂ പാക്കിങ്. നമ്മളെ പെട്ടി റെഡി ആയിട്ടുണ്ട്. എവിടേക്കാ പോണത്? നോക്ക് വയസ്സായി പപ്പ, നോക്ക്. അങ്ങനെ നമ്മൾ തറവാട്ടിൽ പോയിട്ടാണ്, എല്ലാവരും തറവാട്ടിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ വണ്ടിയിൽ പോകുന്നത്. നമ്മൾ ആദ്യം ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും അങ്ങനെ ട്രെയിൻ ഒരു കംഫർട്ട് അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ 3 വണ്ടിയായിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ തറവാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് എത്തി, ബാക്കിയുള്ള ടീംസൊക്കെ വരുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാവരും പാക്കൊക്കെ ചെയ്തിട്ട് ഇരിക്കുകയാണ്, റെഡി ആയിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരത്തിനുള്ളിൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. അപ്പം എന്താ പണത്തെ പുറത്തിരിക്കുന്നത്. അപ്പം അത്ര ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ കാണിക്കാം. ഞങ്ങൾ ആദ്യം എത്തിയെങ്കിലും പക്ഷേ അവിടെ നിന്ന് ഒരുപാട് നേരം പോസ്റ്റൊക്കെ തന്ന ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി കയറി ഇരിക്കാനുള്ള സമയമായത്. അങ്ങനെ 11 മണിക്ക് ഇറങ്ങാന്ന് പ്ലാൻ ഇട്ട ആൾക്കാരടക്കം 11, 12 12:30 കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് വണ്ടി ഒന്ന് നീങ്ങിയത്. കാര്യം ഇത്രയും പേര്, അറൗണ്ട് ഒരു 20 പേരുണ്ടായിരുന്നു, എല്ലാവരും മാമാമാരും എല്ലാവരും കൂടി ചേർത്തിട്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരുങ്ങി റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു നേരെയായി. അപ്പം ഞങ്ങളുടെ വണ്ടിയാണ് ആദ്യം എടുത്തത്. കാര്യം 3 വണ്ടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുട്ടികളുള്ള വണ്ടിയാണ് വേഗം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പിലൂടെ വഴി ചോദിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2, ചെസ് നമ്പർ 3 പറഞ്ഞോ? ചെസ് നമ്പർ 3 ട്രൗസറാ. സുർമി എവിടേക്കാ പോണത്? എവിടേക്കാ പോണത്? എന്തിനാണ്? പിന്നെ ക്യാമറ നോക്ക്. നമ്മളിവിടെ പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയ വണ്ടി എന്ന് പറയുന്നത് CNG പോണ ഒരു വണ്ടിയായിരുന്നു. അതായത് പെട്രോൾ കഴിഞ്ഞാൽ CNG കഴിഞ്ഞാൽ പെട്രോൾ എന്ന രീതിക്കുള്ള ഒരു യാത്രയായിരുന്നു ഇത്. കാര്യം എന്താ വെച്ചാൽ CNG അടിക്കണമെങ്കിൽ എല്ലാവരും ഇറക്കണം, എന്നാലും ഇത് അടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഉറക്കം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരുടെ മുഖത്തും കാണുന്നുണ്ട് ആ ഒരു സങ്കടം എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഈ പറയും പോലെ തന്നെ ദൂരമായത് കൊണ്ട് കിടക്കാനോ അങ്ങനെ നമുക്ക് കംഫർട്ടായിട്ട് വണ്ടിയിൽ നമുക്ക് കിടക്കുന്ന പോലെ സുഖം ഇരുന്ന് ഉറങ്ങണ പോലെ കിട്ടില്ലല്ലോ. ഞങ്ങളങ്ങനെ ഒരു MDS കണ്ടപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ ഞാൻ എക്സാം കഴിഞ്ഞ് വരുന്ന ദിവസം തന്നെയായിരുന്നു ട്രിപ്പ് പോകണ്ടായിരുന്നത്. അന്ന് ഈവനിങ് തന്നെയായിരുന്നു പോകണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഉറക്കം എന്ന് പറയുന്ന സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ ഉറങ്ങാനും പറ്റുന്നില്ല. എങ്കിലും നമുക്ക് ഒരു ട്രിപ്പിൻ്റെ മൂഡിൽ ഇങ്ങനെ പോവുകയായിരുന്നു. നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. Hang out the whole next day. ചായ കുടിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഫ്രഷ് ആണെങ്കിൽ ഫ്രഷ് ആവുക, വീണ്ടും ഒരു ഉദ്ദേശത്തോടെ മാത്രം CNG അടിക്കാൻ വേണ്ടി മാത്രം. അപ്പം അതിൻ്റെ എന്താ പറയുക, ഉറങ്ങി വരുമായിരുന്നു. അപ്പോഴായിരുന്നു വീണ്ടും പെട്രോൾ പമ്പിൽ നിർത്തിയതും അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങളെല്ലാവരും ഈ ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴുമ്പോഴത്തേക്കും
ഇങ്ങനെ CNG അടിക്കണം പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങും. അങ്ങനെ ആയിരുന്നു കുറച്ച് ദിവസം ഇങ്ങനെ ആ ഒരു 2 ദിവസത്തിൻ്റെ പരിപാടി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ബാംഗ്ലൂർ എത്താറായിട്ടുണ്ടായിരുന്നു. അടിപൊളി സൺറൈസ് ഒക്കെ കണ്ടിട്ട് തന്നെയായിരുന്നു ഉറങ്ങിയില്ല. ബാക്കി എല്ലാവരും പിള്ളേർ മൊത്തം ഇവിടെ കിടന്ന് ഉറങ്ങുക. ഞാനും അതുപോലെ തന്നെ പാപ്പൊക്കെ മീനു മാത്രമാണ് ഉറങ്ങാതെ ഇരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇവർക്ക് വീട് ഏത് കാർ ഏതെന്ന് അറിയാത്ത ടീംസാണ്. അതായത് എവിടെ എങ്ങനെയായാലും കിടന്നു കുട്ടികളല്ലേ. അങ്ങനെ നമ്മൾ നല്ല നല്ല എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ്. പിന്നെ നമ്മൾ അവിടെ തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു കട കണ്ടപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നല്ലൊരു എന്താ പറയുക ഒരു ശർക്കരയൊക്കെ ഇട്ട ചായയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ സൺറൈസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ശാന്തമായിട്ടുള്ള ഏരിയ. ടൗൺ എന്ന് പറയുന്നതില്ല, ടൗണാണ്, പക്ഷേ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ടൗൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താ ചെറുത് എണീറ്റ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ട്രിപ്പിൻ്റെ ആ ഒരു ലാഗിങ്ങും സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇവരെ കളിച്ചും ചേച്ചും ഇവരൊക്കെ വേറെ, ഈ ചെറുതൊക്കെ നമ്മൾ വേറെ വണ്ടിയില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഉറക്കത്തെ എണീച്ച് ചായ കുടിച്ച് നമ്മൾ വീണ്ടും ബാംഗ്ലൂരിൽ നിന്ന് കുറച്ചും കൂടി പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ചായ കുടിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ എച്ചായ സ്ഥലം അല്ലായിരുന്നു. നമ്മൾ അവിടെ ഒരു പള്ളിയിലേക്ക് ഒരു സിയാറത്തിന് സംഭവമായിട്ട് പോയതായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ഒരു ആന്ധ്രാപ്രദേശ് ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകും തോറും ഭയങ്കര ഡ്രൈ ലാൻഡ് പോലെയൊക്കെയായിരുന്നു തോന്നിയിട്ടുണ്ടായി. കാര്യം അത്രയ്ക്കും വരേണ്ട സ്ഥലമായിരുന്നു. നമുക്ക് ഏതോ സിനിമയിലൊക്കെ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വഴിയെ സ്ഥലങ്ങൾ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രൈവിംഗ് അറിയാവുന്ന 3 ആൾക്കാരാണുള്ളത്. അപ്പം അവരിങ്ങനെ സ്വിച്ച് ചെയ്തപ്പോൾ അവർക്ക് ഇങ്ങനെ ക്ഷീണം അറിയാം. നമ്മളറിയാത്തതുകൊണ്ട് നമ്മൾ ബാക്കിലെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കാര്യം ഫുള്ളും വരണ്ട നമ്മൾ ഈ ഹിന്ദി ഫിലിമിലൊക്കെ കാണുന്ന പോലെയാണ്. എന്താ പറയുക, ഫുള്ളൊരു എന്താ പറയുക ഒരു സംഭവം. അതായത് വരണ്ട് കണ്ട ചെടികളൊക്കെ ഉണങ്ങിപ്പോയിരിക്കുകയാണ്. ഇനി അപ്പുറത്തെ കാലാവസ്ഥ, ഞങ്ങൾ അന്ന് പോയത് ഭയങ്കര ചൂടുള്ള ഹൈപ്പിൽ നിൽക്കുന്ന സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പാട്ടും വെച്ച് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കോമഡിയൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അറിയില്ല. അങ്ങനെ ലാസ്റ്റ് റൂം വേണമല്ലോ സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ലോഡ്ജിലാണ്, അതായത് ആ പള്ളിയുടെ അടുത്തുള്ള ഒരു ഹോട്ടലല്ല, ഒരു ലോഡ്ജിൽ. പക്ഷെ അവിടെ അത്രയ്ക്കും വൃത്തിയോ ഹൈജീനോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു. റൂം എല്ലാവർക്കും നല്ല രീതിക്ക് കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 20 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കിട്ടണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു. പക്ഷെ കിട്ടിയില്ല. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ പള്ളീൻ്റെ അടുത്ത് തന്നെയാണല്ലോ, അടുത്ത് ഇവിടെ നിന്ന് തന്നെ പോവാന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു. നമ്മൾ ഇവിടേക്ക് മാത്രം വന്നതായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു ഞങ്ങൾ മൈസൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിരിക്കണ പോലെ കണ്ട ഭയങ്കര ചൂടാണ്, ബാക്കിലേക്ക് AC കിട്ടണില്ല, ഉറക്കമില്ല, മൊത്തത്തിലൊരു മ്ലാനത. അങ്ങനെ കുറച്ച് ദൂരം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറത്ത് ഈ ഒരു ലോഡ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നു, റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇറങ്ങി ഓടിപ്പോവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കിടക്കാലോ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല എന്നല്ലോ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് റൂമിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര ചൂടാണ്. എനിക്ക് വീഡിയോ എടുക്കണോ ഞാൻ തലയിൽ തട്ടിടണോ എന്ന് ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഒന്ന് സ്ട്രെച്ച് ഇതൊക്കെ ചെയ്യപ്പെട്ടപ്പോഴാണ് ഒരു ആശ്വാസം. നമ്മൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പോൾ എല്ലാവരും റൂം ഇങ്ങനെ സെറ്റായിട്ടുണ്ട്, അവർ ക്ലീൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട്. ഇതും ഒരു ഉൾപ്രദേശമാണ്, ആളും വെട്ടമൊന്നും ഇല്ല.
അങ്ങനെ റൂമിലേക്ക് സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങളൊന്ന് ഫ്രഷ് ആയ ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. രാത്രി ഫുഡ് കഴിച്ച് കയറിയതായിരുന്നു. പിന്നെ ഇത് ഉച്ചയായി ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക്. ഉച്ചയായോ? ഒരു 11 മണി 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അവിടെ 11 മണിക്ക് തന്നെ അവിടെ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിക്ക് വല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടണ പോലെ ഇഡ്ഡലിയോ ദോശയോ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ അവിടെ ഒരു ബിരിയാണി റൈസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പ്ലേറ്റൊക്കെ തുടച്ചിട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന ബിരിയാണി ഇതായിരുന്നു. ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാര്യം അത്രയ്ക്ക് എന്താ മീനുൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്. വാക്കുകൾക്കതീതമാണ് ഫുഡ്, വാക്കുകൾക്കതീതം. അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ വെക്കേറ്റ് ചെയ്യും. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീൻ ഇവിടെ റെഡി, ഞാനും റെഡി, ബാക്കിയുള്ളവരും റെഡി ആയിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. ഞങ്ങളങ്ങനെ പള്ളിയിലൊക്കെ പോയ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ബാംഗ്ലൂർ എത്തുന്നതിന് മുന്നേ ആണ് കേട്ടോ ഈ പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ സിയാറത്തും കാര്യങ്ങളും നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അപ്പോൾ അവിടെയൊക്കെ പോയ ശേഷം ഞങ്ങൾ കുറേ ദൂരം കഴിഞ്ഞ ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടൽ തപ്പി ഈ ഒരു എന്താ പറയുക താജ് റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു ബാംഗ്ലൂർ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര എരിവും അതുപോലത്തെ ഭയങ്കര അത്രയ്ക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് അവിടെ കിട്ടുന്നുണ്ടായിരുന്നത്. കാര്യം എനിക്ക് തമിഴ്നാട്ടിൽ പോലെയുള്ള ബിരിയാണിക്കായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം ഞാൻ ബിരിയാണി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് ഈ ഫുഡും ഉറക്കം ശരിയായില്ലെങ്കിൽ ആ ഒരു ട്രിപ്പിൻ്റെ മൂഡ് തന്നെ പോകും. അത് എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങൾക്ക് അങ്ങനെയാണ്. അങ്ങനെയുള്ള പക്ഷേ ഞാൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം അത്രയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ബാക്കിയുള്ളൊരു റൊട്ടി പനീറൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബിരിയാണി എവിടെ പോയാലും മെനു നോക്കി ലാസ്റ്റ് കൊണ്ട് ഇതിലേക്ക് തന്നെ വരും. നല്ല വിശപ്പുള്ളതുകൊണ്ട് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 വട്ടം, അതായത് ഞാൻ ഫസ്റ്റ് 2 തവണ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പം കഴിക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും എന്താ പറയുക ഇപ്പം എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ മതിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ ഒരു ഏലക്കായ് മസാല ടീ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് ഒന്ന് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും വിട്ടില്ല, ഒരു ബേക്കറി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു. ഇത് ഈ കാണുന്ന ക്ലിപ്പ്, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കറക്റ്റ് എക്സാക്റ്റ് ബാംഗ്ലൂർ ടൗൺ ആണ്. ഇതിൻ്റെ പേരെന്താണ് ഞങ്ങൾ കുറേ തപ്പി. അവിടെ ഒന്നും ഒരു ബോർഡ് പോലും ഇതെന്ത് സംഭവം പോലും എനിക്ക് അറിയില്ല, അതുകൊണ്ട് പറയാത്തത്. ഞങ്ങൾ കുറേ ദൂരം മൈസൂർ എത്തുന്നതിന് മുന്നേ നമ്മൾ സ്റ്റേ അടിച്ചിട്ട് രാവിലെ നേരത്തെ മൈസൂർ പോകാമെന്നുള്ള പ്ലാൻ അതിന് മുന്നേ ആയിട്ട് റൂമൊക്കെ തപ്പി പിടിച്ച് അതിന് മുന്നേ ഒരു ഫ്ലോപ്പായി നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി പോയിട്ട് ഒരു റോങ് ആയിട്ടുള്ള ലൊക്കേഷനൊക്കെ വന്ന് റൂം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അടിപൊളി ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ വെക്കേറ്റ് ചെയ്യാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നേരെ മൈസൂർ. ഇപ്പം നിങ്ങൾ കണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ സംസാരിച്ച് പോകുമ്പോഴത്തേക്ക് കുറേ റൂം അടുത്തുണ്ടായിരുന്നു. നോക്കുമ്പോൾ അവിടെ വേസ്റ്റ് ഇട്ടിരിക്കുകയായിരുന്നു. വേസ്റ്റ് ബാസ്ക്കറ്റ് ഫുഡിൻ്റെയൊക്കെ അത് കേട്ട് ഛർദ്ദിക്കൊക്കെ മണത്തിട്ടേ സ്മെല്ല് ചെയ്തിട്ട് ഛർദ്ദിക്കാൻ വന്നിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് രാവിലെ വെക്കേറ്റ് ചെയ്തു. അപ്പോൾ 2 വാക്ക്. വളരെ നല്ലൊരു ഇതാണ്, എല്ലാം നന്നായിട്ട്. ആരെന്ത് അറിയില്ല. വെള്ളമില്ലേ കുടിക്കാനാ? മൈസൂർ ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ് തന്നെയാണ് ഇന്ന് ഇട്ടിട്ട്. പക്ഷേ മേക്കപ്പിന് ഒരു കുറവില്ല, എല്ലാം തെറ്റാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഡ്രസ്സ് ഈ 3 വണ്ടിയിലും ഒരു വണ്ടിയിലായിരുന്നു, വേറൊരു വണ്ടിയിലായിരുന്നു. അപ്പോൾ ഈ വണ്ടി ഞങ്ങൾ എത്തുന്നതിന് മുന്നേ അവർ മൈസൂർ വേഗം സ്പീഡിൽ പോയി എത്തി. അപ്പോൾ അത് അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേറെ ഇനിയൊരു അവർ നിൽക്കുന്ന മൈസൂർ ഹോട്ടലിൽ പോയിട്ട് വേണം അവൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അവൾ പറയുന്നത്. ഞങ്ങൾ അടുത്ത് തന്നെ ഒരു ഉടുപ്പി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി അവിടുത്തെ എന്താ പറയുക ഉടുപ്പിയല്ല, ഐ മീൻ
രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. അതായത് നല്ല നീളത്തിലല്ല, ഭയങ്കര വലിപ്പമുള്ള ഇഡ്ഡലിയൊക്കെ. നമുക്ക് അറിയാമായിരിക്കാം രാമശ്ശേരി ഇഡ്ഡലി. ഞാൻ കാണിച്ചത് അടുത്ത ക്ലിപ്പിൽ. ഇതാണ് രാമശ്ശേരി ഇഡ്ഡലി. അതിൻ്റെ മേലെ എന്താ പറയുക, ബട്ടറൊക്കെ ഇട്ടിട്ടായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായത്. നല്ല ടേസ്റ്റിനായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വിശപ്പ് കൊണ്ടാണോ എന്നറിയില്ല. ഇല്ല, നമ്മൾ രാത്രി ഫുഡ് കഴിച്ചാണല്ലോ, അപ്പം വിശപ്പ് അധികം ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ കഴിച്ചു. ചായ ഒന്നും കുടിച്ചില്ല. പിന്നെ ഒരു ബൂരി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ബൂരിനേക്കാളും എനിക്ക് ഇഷ്ടമായിട്ട് മറ്റേ രാമശ്ശേരി ഇഡ്ഡലിയാണ്. അതിൻ്റെ ഒപ്പം മുളക് ബജ്ജിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല. അവിടെ നിന്ന് ഒരു ചായ ഞാൻ കുടിച്ചു. ഇപ്പോഴാണ് ഞാൻ ഓർമ്മ, ചായ കുടിച്ചു. പക്ഷെ അത് ഒരു അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ചായയായിരുന്നു. ഞാനത് ഒഴിച്ച് കളയി ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടി കയറി ഇരുന്നു. നമ്മൾ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. അതായത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എവിടേക്കാണ്, മൈസൂർ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ ആകെ ടയേർഡായി, ഉറക്കമില്ലാതെ. എന്താ പറയുക, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ തന്നെ. രാത്രി ആകുമ്പോൾ കുഴപ്പമില്ല, തണുപ്പാണ്. പക്ഷേ രാവിലത്തെ ആ ഒരു സംഭവം, വെയിൽ നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ ഒന്നല്ല വെയിൽ. നമ്മൾ വെയിലുള്ള സമയത്തൊക്കെ അവിടെ എന്താണെന്നൊക്കെ പറയും. പക്ഷെ വേറൊരു ഭാഗത്ത് പോയാൽ എന്തൊന്നൊരു വെയിലല്ല എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഫുള്ള് മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അവർ നിൽക്കുന്ന ഹോട്ടലിൽ എത്തിയിട്ട് ഇവർ റൂം എടുത്ത് അവിടെ എത്തിക്കെത്തി ഇവർ ഡ്രസ്സ് അവരുടെ വണ്ടിയിലായിരുന്നല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റ് ആയെങ്കിലും അങ്ങനെ അവസാനം നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നു. ഒബിയസ്ലി നമ്മൾ എല്ലാവരും മൈസൂർ പോകാതിരിക്കില്ല. മൈസൂർ പാലസിലേക്ക് ഞാൻ എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ്. അതായത് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് മൈസൂർ പാലസിലേക്ക് വരുന്നത്. ഞാൻ കുട്ടിയിലൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഇത്ര പേർക്ക്, ഇത്ര വയസ്സുള്ള കുട്ടികൾക്ക് ഇത്ര രൂപ എന്നൊക്കെ കണ്ട് ബില്ലൊക്കെ എടുത്ത് ചെരുപ്പൊക്കെ കൊടുത്ത്, ചെരുപ്പൊന്നും ഇടാൻ വേണ്ടി പാടില്ലല്ലോ. മൈസൂർ പാലസ് ഞങ്ങൾ കുറേ വർഷമായി പോയിട്ട്, ഒരു 6-7 വർഷമായി ഞങ്ങൾ വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി നിൽക്കുകയാണ്. ഞാൻ സോക്സ് ഇട്ടുണ്ടായിരുന്നു, ഷൂ ആയതുകൊണ്ട് അത് ഊരിയില്ല. ഊരേണ്ട ആവശ്യമില്ല തോന്നിയ പിന്നെ ഊരിയില്ല. അങ്ങനെ അവിടുത്തെ ആംബിയൻസ് എന്ന് പറയുമ്പം എന്താ പറയുക, ആംബിയൻസ് മീൻസ് അവിടുത്തെ ആ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആരെങ്കിലും പോകാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാര്യം അതിൻ്റെ ഉള്ളിലത്തെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ കാണേണ്ട ഒന്ന് തന്നെയാണ്. പണ്ടൊരു കൊട്ടാരം ഇതുപോലെ ആയിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ട്. അത് വേറെ തന്നെ. ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട്. ഇവർ വീണ്ടും റീബിൽഡ് ചെയ്ത് അതുപോലെ തന്നെ മോഡിഫൈ ചെയ്ത് ഒന്നും കൂടി ഈ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഫുള്ളും പുറത്തുള്ള കാര്യങ്ങൾ എത്ര ക്ലീനിലാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടാൽ ഭയങ്കര ഒരു ക്യൂരിയസ് ആയി നമ്മൾ നോക്കി നിൽക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ചോക്കോബാർ പ്രേമികളാണ് ഇപ്പം ഞങ്ങളെല്ലാവരും. അങ്ങനെ ചോക്കോബാർ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എക്സിറ്റ് അടിക്കുക. അതായത് ഞങ്ങൾ സൂവിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയായിരുന്നു. ഫുഡ് അവിടുത്തെ ഒരു അടിപൊളി ഒരു മീൽസ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു രാവിലത്തെ അന്നത്തെ ദിവസം നല്ലൊരു ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴാണ് ഒരു 5 മണിക്കാണ്, 5:30 വരെ ഉള്ളൂ എൻട്രി. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയത് 5:15 വേഗം ഇതും കൂടി കണ്ടിട്ട് നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൂവിൽ കയറി. സൂവിൽ കാണുന്ന പോലെ അതുപോലെ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് അനാക്കോണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു, കുറേ കാലമായല്ലോ കണ്ടിട്ട്. അപ്പം ഞങ്ങൾ അത് തപ്പി നടക്കുകയായിരുന്നു. 5:30 ശേഷം എനിക്ക് തോന്നുന്നു മൈസൂർ സൂവിലേക്ക് എൻട്രി ഇല്ല. കയറിയവരെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു 5 കിലോമീറ്റർ വരെയൊക്കെ ഉണ്ട് നടക്കാൻ തന്നെ. അങ്ങനെ ഞങ്ങൾ ഓരോ മൃഗങ്ങളും ചീറ്റയൊക്കെ കാണുമ്പോൾ തന്നെ മനുഷ്യന്മാരെ കാണാൻ ഇങ്ങനെ വെള്ളമിറക്കി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നും. കാര്യം ആ ഒരു നെറ്റിൻ്റെ സപ്പോർട്ടിലാണ് നിൽക്കണം, അതും കൂടി ഇല്ല എന്ന് വെച്ചാൽ ഒരു അവസ്ഥ. അങ്ങനെ ഒരുപാട് മൃഗങ്ങളും ഒരുപാട് പക്ഷികളെ കണ്ടു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത എല്ലാ പക്ഷികളും അതിലുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് പുലിസാർ അവിടെ നിന്നും ഇവിടേക്ക് അടുത്തേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഈ പുലിയുടെ അന്ന് ഏതോ ന്യൂസ് മൈസൂർ സൂവിൽ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ, ഒരു ടൈഗർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുലി അലറണത് കേൾക്കാലോ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്താലും പക്ഷെ നമ്മളുടെ പോലീസുകാർക്ക് അലറിയിട്ടുണ്ടായിരുന്നില്ല. പകരം സിംഹമായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ മെയിനായിട്ട് ഞങ്ങൾ അന്ന് ഒരു 6 വർഷം മുന്നേ വരുമ്പോൾ ശരിക്കും എക്സാക്റ്റ് ഒരു മനുഷ്യനെ പോലെ തന്നെ ഒരു കുരങ്ങുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ അന്ന് തന്നെ ഭയങ്കര വയസ്സായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങൾ തപ്പി അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് കാണാത്തൊരു വിഷമത്തിൽ തിരിച്ചു പോവുകയാണ്. പിന്നെ എന്ന് വെച്ചാൽ അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്ത് പോകാനുള്ള ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുടിവെള്ളം ഉണ്ട്. അത് നമ്മൾ വൈകാതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 7-7:30 ആയിട്ടുണ്ടാവും.
അങ്ങനെ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഞങ്ങൾ ഒരുപാട് തപ്പിയ ശേഷമാണ് ഇങ്ങനെ റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുക, ഫിഷ് ലാൻഡ് എന്നാണ് തോന്നുന്നു ഹോട്ടലിൻ്റെ പേര്. അപ്പം ഇത് നമ്മൾ കാണാൻ പോലും നല്ല ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹോട്ടലാണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ അത്ര പ്രതീക്ഷയില്ല. ഫിഷ് ലാൻഡ് തന്നെയാണ് തോന്നുന്നുണ്ട്. ഫിഷ് ലാൻഡിൽ ഞങ്ങൾ ചോദിച്ചു. ഫിഷ് ലാൻഡ് പറയുമ്പോൾ ആ ഒരു സംഭവം ആ കടൽ സീ ഫുഡ് മാത്രമായിരിക്കുന്നത്, പക്ഷേ അവിടെ എല്ലാ ഫുഡും ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ സത്യമംഗലം കാട് കയറിയിരിക്കണം. അതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ സത്യമംഗലം കാട് എത്തിയപ്പോൾ തന്നെ വേറൊരു ഫുൾ പണി കിട്ടി. ചെക്ക് പോസ്റ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് വരുന്ന സമയത്ത് ചെക്ക് പോസ്റ്റ് ആ സമയത്ത് ഓപ്പൺ ആയിരുന്നു, പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ പോവണ്ട എന്ന രീതിക്ക് ആക്കിയപ്പോൾ നമ്മളവിടെ രാത്രി കിടന്നുറങ്ങേണ്ടി വന്നു. വണ്ടിയിൽ തന്നെ ഉറങ്ങേണ്ടി വന്നു. രാവിലെ 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കുള്ളൂ, അപ്പോഴേ പോകാൻ വേണ്ടി പറ്റുള്ളൂ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ പല്ലൊക്കെ തേച്ച് അവിടെ ഉറങ്ങി എണിച്ച പോലെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും ഇവിടെ ബ്രഷൊക്കെ ചെയ്യാണ്ട് ചെക്ക് പോസ്റ്റ്. അവിടെ നിന്ന് രാവിലെ ഞങ്ങൾ അവിടുന്ന് ചെക്ക് പോസ്റ്റ് തുറന്നപ്പോഴത്തേക്കും പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. നമ്മൾ ആദ്യം കണ്ടതും ഇപ്പം കണ്ടതൊക്കെ ഒരേ രീതിയും ഭയങ്കര നല്ല രീതിക്ക് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. സൺറൈസ് സൺസെറ്റ് ഈ ട്രിപ്പ് പോയപ്പോൾ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റിയെന്നാണുള്ള വേറെ കാര്യം. അങ്ങനെ ആർക്കും ഞാൻ പറഞ്ഞ പോലെ ഉറക്കം കിട്ടിയില്ല. ഞങ്ങൾക്കും സ്ഥിരം എനിക്കും പാപ്പുക്കാക്കും ഇന്നും ഉറക്കം കിട്ടിയിട്ടില്ല. കാര്യം എല്ലാവരും ഉറങ്ങുന്നു, ഞങ്ങൾക്കാണെങ്കിൽ ഉറക്കമില്ല, ഭയങ്കര കൊതുക് കാര്യങ്ങൾ. ബാക്കി എല്ലാവരും നല്ല ക്ഷീണത്തോടെ കിടക്കാൻ ഞങ്ങൾക്ക് ഉറങ്ങാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഉള്ള വ്യൂസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതിന് മുന്നേ ഞങ്ങൾ ഈ സത്യമംഗലം കാട് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് റോസ്റ്റോ മറ്റിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിന് മുന്നേ എടുത്ത ക്ലിപ്പാണ് ഇതിന് ശേഷം ഞാൻ ആഡ് ചെയ്യുന്നത്. കാര്യം ഇതിൻ്റെ ലെങ്ത് വൈസ് ഞാൻ ഇട്ടതായിരുന്നു. ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് സത്യമംഗലം കാട് ഏത് കാട്ടിലൂടെയും പോകരുത്. നമ്മൾ ഗ്ലാസ് തുറന്നിട്ട് അതിൻ്റെ ആ നാച്ചുറൽ ആയിട്ടുള്ളൊരു മണമൊക്കെ കിട്ടുക. എനിക്ക് ചന്ദനത്തിൻ്റെയും മഞ്ഞളിൻ്റെയും എല്ലാം മണം അത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. കാര്യം അത്രയ്ക്ക് ആ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു രാവിലെ 6 മണി 6:30 ആയതുകൊണ്ടാവാം ഭയങ്കര സൈലൻസ്. ആ കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് പോകാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്തുമ്പോഴത്തേക്കും ഒരു അറൗണ്ട് 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഒരുപാട് നല്ല രീതിക്ക് ടയേർഡായതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫോണിൽ ചാർജും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.